അപ്പോൾ നമ്മൾ തെറ്റായ പല സാമ്പത്തിക നയങ്ങളുമുണ്ട്. ഇപ്പം നികുതി വർധനവ്, എല്ലാ മേഖലയിലും ഡ്യൂട്ടി, ഫീസ്, സെസ് എന്നിവ വർദ്ധിക്കുന്നു. അമിതമായ നികുതി ഭാരം ജനങ്ങളുടെ മേൽ കടന്നുകൂടുന്നു. നേരത്തെ ഇവിടെ ഭരണകക്ഷിയിൽ നിന്നൊരു മെമ്പർ പറഞ്ഞതുപോലെ പെട്രോൾ ഡീസൽ വില ഉയർന്നു നിൽക്കുന്നത് വൺ ഓഫ് ദ റീസൺസ് ആണ്, സംശയമില്ല. ഡിമാൻഡ് കുറയാണ്. ഡിമാൻഡ്, അമിത നികുതികൾ കാരണം ചരക്കുകൾക്കും സേവനങ്ങൾക്കുള്ള ആവശ്യം കുറഞ്ഞിരിക്കുന്നു. അത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ വർധനവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം കൊടുക്കാൻ പറ്റുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ, മറ്റ് സുരക്ഷാ പദ്ധതികളിലൊക്കെ കോടികളുടെ കുടിശ്ശിക. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. സർക്കാർ ജീവനക്കാർക്ക് ഡിയർനെസ് അലവൻസ്, അവരുടെ ശമ്പള പരിഷ്കരണ. अश्विन को चाहिए था ये स्टाइलिश कुर्ता लुक, पर लाइफ ने बोला भाई जरा रुक. മാർക്കറ്റിൽ ഇറങ്ങി ഈ പൈസ ചെലവാക്കി മാർക്കറ്റിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കേണ്ട പണമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, മണിയുടെ റൊട്ടേഷൻ ഇല്ല, പൈസ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റാണിത്. സാധാരണ മധ്യവർഗ കുടുംബങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രതിസന്ധിയിലാവുന്നത്. മിഡിൽ ക്ലാസ്. ഞാൻ വരാതിൻ്റെ അകത്തേക്ക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയാണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെലവേറ്റാൻ പറ്റില്ല. ജീവിത നിലവാരത്തിൽ മാറ്റം വരിക. ഞാൻ പറഞ്ഞു, വിലക്കയറ്റം നമ്മുടെ വാങ്ങൽ ശേഷിയെ കുറയും. വാങ്ങൽ ശേഷി കുറഞ്ഞാൽ അത് ഡിമാൻഡ് കുറയാൻ കാരണമാവും. ഡിമാൻഡ് കുറഞ്ഞാൽ വരുമാനം കുറയും. വരുമാനം കുറഞ്ഞാൽ നികുതി വരുമാനം കുറയും. നികുതി വരുമാനം കുറഞ്ഞാൽ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്ക് പോകും. ഇതെല്ലാം റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് ഇപ്പോൾ സപ്ലൈകോ ഉണ്ടാക്കി. വലിയ ഒരു സ്റ്റെപ്പായിരുന്നു, വിപ്ലവകരമായ ഒരു നടപടിയായിരുന്നു സപ്ലൈകോ വന്നത്, അല്ലേ? മാവേലി സ്റ്റോർ ഉണ്ടായി. എന്താ മാർക്കറ്റിലുണ്ടാകുന്ന ആർട്ടിഫിഷ്യലായ ഓർഗാനിക്കായ വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുക. ഇപ്പം നമ്മൾ സബ്സിഡിയുള്ള 13 എസെൻഷ്യൽ ഐറ്റംസിന് നമ്മൾ സബ്സിഡി കൊടുത്ത് സർക്കാർ അത് സഹിച്ച് മാർക്കറ്റിൽ ഇടപെടും. അപ്പോൾ ആ ഐറ്റം ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇതിൽ പലതിൻ്റെയും വില കൂടിയാലുള്ള കുഴപ്പം അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. വേറെ ഒരുപാട്, ഇപ്പം അരിയുടെ വില പെട്ടെന്ന് വർദ്ധിച്ചാൽ അരിയുടെ വില മാത്രമല്ല വർദ്ധിക്കുന്നത്, അപ്പം തന്നെ ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ അത്യാവശ്യം അരിയോടൊപ്പമുള്ള അത്യാവശ്യ സാധനങ്ങളുടെ വില കൂടി അപ്പം തന്നെ കൂടും. ഇതാണ് മാർക്കറ്റ് സ്റ്റഡി. എൻ്റെ അറിവിൽ എല്ലാ ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ അന്നത്തെ പ്രൈസ് ഇൻഡെക്സ് എത്തുന്നതാണ്. ഇത് പണ്ടുപോലെ ഉണ്ടാക്കിയേക്കുന്ന സിസ്റ്റമാണ്. കാരണം മാർക്കറ്റിനെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും, ഓരോ സാധനത്തിനും ഉണ്ടാകുന്ന വിലക്കയറ്റം പോലും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുള്ള കൗണ്ടർ ഇൻവെൻഷൻ അതില്ല. അതാണ് പ്രശ്നം. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഫലപ്രദമായി നടക്കുന്നില്ല. ഞാൻ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ വിശ്വനാഥ് ഇവിടെ വായിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പൊ ഈ ഓണക്കാലത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടത് എത്രയാ? നിങ്ങൾ 200 കോടിക്ക് പുറമെ ഓണക്കിറ്റ് വിതരണത്തിന് 43 കോടി ആവശ്യം, ആകെ 243 കോടി ആവശ്യപ്പെട്ടു. 150 കോടി കിട്ടി. 93 കോടി കിട്ടാതായതോടുകൂടി സപ്ലൈകോയുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ അത് സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്കായി. ഈ 150 കോടിയിൽ ഓണക്കിറ്റ് വിതരണം നടത്തിയതിൻ്റെ 43 കോടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്നുള്ള പർപ്പസ് സെർവ് ചെയ്യാൻ സപ്ലൈകോയ്ക്ക് പറ്റുന്നില്ല. ഹോർട്ടികോർപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇതൊക്കെ ചെയ്തത് മാർക്കറ്റ് ഇന്റർവെൻഷൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹോർട്ടികോർപ്പിലെ സാധനങ്ങൾ ഇവിടെ വായിച്ചപ്പോൾ മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലാണ്. രണ്ടർത്ഥത്തിലാണ് ഹോർട്ടികോർപ്പ് ഉണ്ടാക്കിയത്. ഒന്ന്, കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ പച്ചക്കറി സാധനങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് ഗവൺമെന്റിന്റെ ഒരു ഏജൻസി പോയി അത് പ്രൊക്യൂർ ചെയ്ത് കുറെ കൂടി ന്യായമായ വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുക. പച്ചക്കറി ഇപ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി എടുക്കുന്നത് എവിടെന്നാ? തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കുന്നത് ഭൂരിഭാഗം. സാധാരണ എടുക്കണ്ടാവും കുറച്ചെങ്ങാൻ. കൃഷി മന്ത്രിക്ക് അറിയാലോ, കർഷകരുടെ ആണോ എടുക്കുന്നത് ഹോർട്ടികോർപ്പ്? വളരെ കുറവാണ്. കൂടുതൽ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിറ്റാൽ, മാർക്കറ്റിലുള്ള വിലയേക്കാൾ കൂടുതൽ വിറ്റാൽ, അപ്പോൾ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്നുള്ള പർപ്പസ് നടക്കുമോ? അപ്പോൾ പച്ചക്കറിക്ക് വില കൂടും. എസെൻഷ്യൽ കമ്മോഡിറ്റീസിന് 13 എണ്ണത്തിന്റെ സബ്സിഡി ഐറ്റം പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറില്ല. ഞാൻ പറയും, കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു നല്ല ട്രോള് വന്നു. ബിവറേജ് കോർപ്പറേഷന്റെ അലമാര കാണിച്ചു. മറ്റേ സാധനം ഫുള്ളാണ്.
നേരത്തെ ഇവിടെ 987 കോടി രൂപയുടെ ചിലവാന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സപ്ലൈ മാർക്കറ്റ് മാവേലി സ്റ്റോറിൻ്റെ ഇത് കാണിച്ചു, ഒരു കുന്തമില്ല അവിടെ. അപ്പോൾ അത് ഭയങ്കരമായ പ്രശ്നവും. പിന്നെ നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താണ് നിങ്ങൾ ആ സബ്സിഡി ഐറ്റത്തിൻ്റെ വില വർദ്ധിപ്പിക്കില്ല എന്ന്. നിങ്ങൾക്ക് സബ്സിഡി ഐറ്റത്തിൻ്റെ ഇല്ല, ഞാൻ കച്ചവടം കുറയ്ക്കണമെന്നും പറയില്ല, പേടിക്കണ്ട. എക്സൈസ് മന്ത്രിക്ക് ടെൻഷൻ, എന്നാൽ അവിടുത്തെ കച്ചവടം കുറഞ്ഞു പോകുന്നത്. അവർക്ക് നന്നായി നടക്കണമെന്നാണ് പറഞ്ഞാൽ, ഭയങ്കര ബിസിനസ് നടക്കണമെന്നാണ് പറഞ്ഞത്. മോശമായിട്ടൊന്നും പറയില്ല. സർക്കാരിലേക്ക് വരുമാനം വരുന്ന ഒരു മാർഗമാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടരുന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. കൂട്ടരുത്. വില കൂട്ടിക്കഴിഞ്ഞാൽ കൺസംഷൻ കുറയുമെന്നുള്ള തെറ്റായ ധാരണയാണ് മദ്യത്തിൻ്റെ. ഇന്ന് വരെ മദ്യത്തിൻ്റെ വില കൂടിയിട്ട് ഇന്നലെ 3 പെഗ് കഴിച്ചിരുന്ന ഒരാൾ ഇന്ന് 2 പെഗ് ആക്കിയിട്ടില്ല. ഇത് കൂടിയതിൻ്റെ വിഷമത്തിൽ ഒരു 4ാമത്തെ പെഗ് കൂടി കഴിക്കും. ഒന്ന്. രണ്ടാമത് പൈസ കുറയും. എവിടെ കുറയുന്നതെന്നറിയോ? വീട്ടിൽ കൊടുക്കുന്ന പൈസ കുറയും. വീട്ടിലേക്ക് കൊടുക്കുന്ന പൈസ കുറയുള്ളൂ, കുടിക്കുന്നതിൻ്റെ പൈസ കുറയില്ല. അതിൻ്റെ വിക്ടിംസ് ആകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് ഞാൻ മദ്യത്തിന് വില കൂട്ടിയാൽ അത് കൺസംഷൻ കുറയുന്നുള്ള അഭിപ്രായക്കാരനല്ല. അതല്ല, വലുതായിട്ട് കുറയ്ക്കണ്ട, പക്ഷേ വല്ലാതെ അത് ചെയ്യുന്നത് ഇതൊക്കെ ഒരു മാർക്കറ്റിലെ ഓരോ സെക്ടറുകളാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. സാർ, ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഒരു കുടുംബത്തിൻ്റെ, ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് ചിലർ കണക്കെഴുതി വയ്ക്കും. സ്ത്രീകൾ, ധനകാര്യമന്ത്രിമാരാണ് സ്ത്രീകൾ, വീട്ടിലെ കണക്കെഴുതി വയ്ക്കും. ഈ 2025 സെപ്റ്റംബറിലെയും 2024 സെപ്റ്റംബറിലെയും ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ, മിഡിൽ ക്ലാസ്, ഇടത്തരം, അപ്പർ മിഡിൽ ക്ലാസ് അല്ല, ഒരു കുടുംബത്തിലുണ്ടായിരിക്കുന്ന ചെലവിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10,000 തൊട്ട് 15,000 രൂപ വരെയാണ്. സാർ, അവരുടെ ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? വരുമാനം വർദ്ധിച്ചിട്ടില്ല. 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് തന്നെ കൂടി ഇല്ലേ? നവംബറിലും കൂട്ടി, ആ ഓർഡറിൽ വേറൊരു പാരയും കൂടി വെച്ചിട്ട് ഏപ്രിലും കൂടി കൂട്ടി. ഈ 2ാമത് കൂട്ടി അന്ന് അടുത്ത വൈദ്യുതി ചാർജ് കൂട്ടാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്ത് എഴുതിയിട്ടാണ് വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? 3 പ്രാവശ്യം. ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കുറയാണ്. പൈസ ഇല്ല ആളുകളുടെ കയ്യിൽ, പൈസ റൊട്ടേറ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ. ഫാമിലി ബഡ്ജറ്റ് അവതാളമായി. സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണം. നമ്മൾ വീണ്ടും പട്ടിണി എന്നൊന്നും ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും ആളുകൾ പോവാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പല കുടുംബങ്ങളും. ഇപ്പോൾ നമ്മളെല്ലാം ഓഫീസിൽ വന്നിരിക്കുമ്പോൾ MLA-മാർ നിലയിൽ എത്ര ആളുകൾ കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ എണ്ണം, അതായത് ദുരിതങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവർ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ, ചികിത്സയുടെ ഗതികേട്, ഇങ്ങനെ ആളുകൾ വല്ലാതെ വിഷമിച്ച് വല്ലാതെ കഷ്ടപ്പെടും. അതിൻ്റെ നമ്പർ കൂടുക. ഞാനിത് ഒബ്സർവ് ചെയ്തിട്ട് പറയാം. ഞാനിത് രാഷ്ട്രീയമായിട്ടല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. നിങ്ങളുടെ ഗവൺമെൻറ് വന്നുകൊണ്ടാണ്, അതല്ല എൻ്റെ പോയിന്റ്. ഭയങ്കരമായി ഒരു ഇടത്തരം ആളുകളുടെയും സാധാരണക്കാരുടെയും ജീവിത ദുരിതം വല്ലാതെ വർദ്ധിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഹെൽത്ത് എക്സ്പെൻസ് കൂടി, എഡ്യൂക്കേഷൻ എക്സ്പെൻസ് കൂടി, സാധനങ്ങളുടെ വില കൂടി, വരുമാനത്തിൽ ഒരു വർധനവും ഒരു തരത്തിലുമില്ല. സെസ് കൂടി, ടാക്സ് കൂടി, എല്ലാത്തിൻ്റെയും ഇമ്പാക്റ്റ് ഒരു കുടുംബത്തിൻ്റെ ബജറ്റിൽ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിലെയും സ്ഥിതി പോവുകയാണ്. ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും പെട്ടവർക്ക്, മിഡിൽ ക്ലാസിൻ്റെ പ്രശ്നം എന്താ? അവർക്ക് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കടം മേടിക്കുകയാണ്. നിങ്ങളെല്ലാം സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുകയല്ലേ? ബാങ്കുകളിലേക്ക് പൈസ തിരിച്ച് അടവ് വരുന്നുണ്ടോ? അപകടകരമായ രീതിയിലേക്ക് ബാങ്കിൻ്റെ സിറ്റുവേഷൻ പോവാണ്. വലിയ സെറ്റിൽമെന്റ്, 1 ടൈം സെറ്റിൽമെന്റ് പോലും വെച്ചിട്ട് പൈസ കൊടുക്കാൻ ആളുകളുടെ കയ്യിലില്ല. വീണ്ടും ആളുകൾ കടമെടുക്കുകയും വീണ്ടും എടുത്ത ലോൺ വീണ്ടും വെക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക്. ഇത് വെറുമൊരു സാധനങ്ങളുടെ വിലക്കയറ്റം എന്നതിലേക്ക് ഉപരിയായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിലെ കുടുംബങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതെല്ലാം അപകടകരമായ രീതിയിലേക്ക് പോവാം. ഇപ്പൊ തന്നെ ഇതിൽ ഫുഡ് പ്രോസസ്സിങ്ങിൽ, അതിൻ്റെ വിതരണത്തിൽ, ഇപ്പോൾ ഹോട്ടലുകൾ, കേറ്ററിങ്ങും റെസ്റ്റോറൻറ്റ് ബിസിനസ്സും കേരളത്തിൽ ഇപ്പോൾ വലിയ ബിസിനസ്സാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? ഡേറ്റ വേണ്ട ഈ കാലത്ത്. എത്ര ഹോട്ടലുകളാണ് പൂട്ടിപ്പോയത് കേരളത്തിൽ? കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര ഹോട്ടലുകൾ പൂട്ടിപ്പോയി? ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദിവസം കേറ്ററിംഗ് തൊഴിലാളികളുടെ ഒരു സമരം.
ഇതിൻ്റെ അകത്ത് അതിൻ്റെ മുതലാളിമാരും തൊഴിലാളിമാരും എല്ലാം കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആളുകൾ വന്നുകയാണ്. ഒരുപാട് പേര് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും വലിയ ക്രൈസിസിലാണ്. ഈ 350 രൂപയ്ക്കും 450 രൂപയ്ക്കും വെളിച്ചെണ്ണ മേടിച്ച് കൊടുക്കാൻ പറ്റുമോ? പഞ്ചസാരയുടെ വില ഇരട്ടിയായി. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. പിടിച്ചു നിൽക്കാൻ പലർക്കും പറ്റുന്നില്ല. ഒരുപാട് ഇൻഡസ്ട്രി, ഒരുപാട് ബിസിനസ്, അതിനെല്ലാം ഈ വിലക്കയറ്റം ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പെരിഫറലായി കാണുന്ന ഇൻഡസ്ട്രികളെയല്ല ഞാൻ പറയുന്നത്. ഏറ്റവും സാധാരണക്കാരായ ആളുകളെ, നിങ്ങളെ കൊല്ലം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു, സാറേ, ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന തൊഴിലിൻ്റെ 10-1 തൊഴിൽ കുറഞ്ഞു. നല്ല വരുമാനം ഉണ്ടായിരുന്നതാണ് ഡെയിലി. എന്താ? ബിസിനസ് നടക്കുന്നില്ല. ആ കൊല്ലം മാർക്കറ്റിലെ നിരവധി കടകൾ പൂട്ടിപ്പോയി. നിരവധി കടകൾ. സാറേ, കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ എത്ര കടകൾ പൂട്ടിപ്പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അതുപോലെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ അവിടുത്തെ ചെലവ്, അവിടുത്തെ ജീവനക്കാരുടെ ഒരുപാട് പേരുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം കേരളത്തിൽ രൂക്ഷമായ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനകത്തില്ല. സാറേ, നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടണം. നിങ്ങൾ മാർക്കറ്റ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. രൂക്ഷമായ വിലക്കയറ്റം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം നിൽക്കുന്നു. അത് യാഥാർത്ഥ്യമാണല്ലോ. റിയൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. നിൽക്കുന്നു. കഴിഞ്ഞ 9 മാസമായി ഇത് സ്റ്റാഗ്നൻ്റായി നിൽക്കുകയല്ല, ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയല്ലോ, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വില കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക. അതിനാവശ്യമായ ഹെൽപ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് കിട്ടില്ല എന്നാണ് ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ച PC വിശ്വനാഥ് പറഞ്ഞത്. ആ സപ്പോർട്ട് കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഗവൺമെന്റിന് ചില പ്രയോറിറ്റികൾ ഉണ്ടാകണം, മുൻഗണനകൾ ഉണ്ടാകണം. ഗവൺമെന്റ് സാധാരണക്കാരന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം എന്താണെന്ന് കാണാൻ പറ്റണം. ഈ വിലക്കയറ്റം സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവരുടെ വേദനകളും എന്താണെന്ന് മനസ്സിലാക്കണം. ഗവൺമെന്റാണ്, നിങ്ങൾ എലക്റ്റഡ് ഗവൺമെന്റാണ്, നിങ്ങൾ അധികാരത്തിലിരിക്കുകയാണ്, നിങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളാണ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മെക്കാനിക്കലാണ്. സിസ്റ്റം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു മെക്കാനിക്കലാണ്. നിങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, അവർ കഷ്ടപ്പെടുമ്പോൾ, അവർ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും, അവർ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല. അതുകൊണ്ട് രൂക്ഷമായ ഈ വിലക്കയറ്റം എന്ന സംഭവം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതില്ല എന്ന് നിങ്ങൾ കുറേ പേര് ഒച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റുന്ന യാഥാർത്ഥ്യമല്ല, കണക്കുകളാണ്, ജീവിതമാണ് മനുഷ്യന്റെ. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു മന്ത്രിമാരുടെ യോഗം പോലും നടന്നിട്ടില്ലല്ലോ. നടന്നോ? ഈ വിലക്കയറ്റത്തിൽ ഇടപെടാൻ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? ധനകാര്യമന്ത്രിയും മിനിസ്റ്റേഴ്സും ബന്ധപ്പെട്ട കൺസേൺഡ് മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം കൂടി നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചില്ല. നിങ്ങൾ എല്ലാവരെയും വിധിക്ക് വിടുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുഡ് ഗവേണൻസ് പോയിട്ട് ഗവേണൻസ് പോലും ഇല്ല. അതാണ് ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പരാതി. ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ പൂർണ്ണമായി പിന്താങ്ങും.